ശബരിമലയിൽ ഇന്ന് രാവിലെ 7 മണി വരെ 25,000 തീർത്ഥാടകർ ദർശനം നടത്തി. ഇന്നലെ തോരാത്ത മഴയിലും തീർത്ഥാടക പ്രവാഹമായിരുന്നു. 86,000-ത്തിലധികം തീർത്ഥാടകർ തിങ്കളാഴ്ച ദർശനത്തിനെത്തിയിട്ടുണ്ട്. സുജു ടി ബാബു നേരത്തെ പ്രേക്ഷകരൊക്കെയും സുജുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സുജു ടി ബാബു ഇപ്പോൾ സന്നിധാനത്ത് നിന്നും ഈ വിവരങ്ങളൊക്കെയുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സുജു. ഈ തീർത്ഥാടകരുടെ തിരക്ക് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുജു പറയണം. അതിനു മുൻപ് നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയണം. ഇന്നലെയൊക്കെയും അതിശക്തമായ മഴ പെയ്തിട്ടുണ്ട്. രാവിലെ പക്ഷേ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണ്. എങ്ങനെയാണ് ഇപ്പോൾ തീർത്ഥാടകർ ഈ കാലാവസ്ഥയുടെ സാഹചര്യങ്ങളോടൊക്കെയും പ്രതികരിക്കുന്നത് സുജു? കാവ്യ, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇപ്പോൾ. നല്ല വെയിലുദിച്ചിരിക്കുകയാണ്. നല്ല വെയിലുദിച്ചു, നല്ല അന്തരീക്ഷം എന്ന് പറയുമ്പോഴും ഇന്നലത്തെ അന്തരീക്ഷത്തിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കോടമഞ്ഞ് പുതച്ച ശബരിമല, അത് നല്ല ദൃശ്യഭംഗിയുള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ആദ്യ തുടക്കത്തിൽ, പിന്നീടാണ് വലിയ തരത്തിലുള്ള ശക്തമായ മഴ ശബരിമലയിൽ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നത്. ഇതൊരു കാലാവസ്ഥ ഇന്ന് അനുകൂലമാണ്. എടുത്തു പറയേണ്ടത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു. നമുക്കറിയാം, മലകയറ്റത്തെ സംബന്ധിച്ചോളം ഈ മഴ പെയ്യുക എന്നതൊക്കെ തന്നെ കഠിനമായ മലകയറ്റമാക്കി മാറ്റും. പക്ഷേ ഇന്നലെ ഏറ്റവും കൗതുകം തോന്നിയത് അത്രയും സാഹചര്യം, പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും ഏതാണ്ട് 86,000-ത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ പ്രതികൂല കാലാവസ്ഥയിലും ധാരാളം ആളുകൾ തീർത്ഥാടനത്തിന് എത്തൂ എന്നത് പ്രത്യേക ഗുണം ചെയ്യണം. ഇന്നലെ തന്നെ പറഞ്ഞൊരാൾ, കാലാവസ്ഥ അല്പം ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് സുഗമമായ ദർശനം നടത്താനുള്ള അവസരം നിലയും ഉണ്ടായിരുന്നു. അതിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം തന്നെയാണ്. ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ. ഇപ്പം നമുക്ക് ഫ്ലൈഓവറിൽ ഉൾപ്പെടെ ഉള്ള ആ ക്യൂവിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ധാരാളം തീർത്ഥാടകർ എത്തുന്നു. ഇന്നും ഏതാണ്ട് ഇപ്പോൾ ഈ സമയമാകുമ്പോൾ തന്നെ 30,000-ത്തിലധികം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. 12 ദിവസത്തെ കണക്കിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നു ഏതാണ്ട് 3 ലക്ഷം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു. ശബരിമല വരുമാനത്തിലും വലിയ തോതിൽ വർധനവ് ഇന്നലെയൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. നമുക്കൊരു കുട്ടിയോട് ചോദിക്കും, മോടെ പേരെന്തുവാ? നിങ്ങളുടെ വീട് എവിടാ? ചാവറയോ? എത്ര പഠിക്കുന്നേ? എങ്ങനെ മല കയറിയോ? നടന്നാണോ കയറിയതോ? കാലുവേദനയുണ്ടോ? അയ്യപ്പനെ കാണാൻ പോവാ അല്ലേ? എന്താ പ്രാർത്ഥിക്കുന്നേ? നിങ്ങളുടെ കൂടുതലോട് നമുക്ക് ഇവിടെ വീട് ഇടുക്കിയോ? എന്തോ പേരെന്തുവാ? അഭിനവ്. എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയാണോ? വെള്ളമൊക്കെ കിട്ടിയോ? ബിസ്ക്കറ്റ് കിട്ടി ആണോ? അയ്യപ്പനെ കാണാൻ പോവാ അല്ലേ? എത്ര പഠിക്കുന്നേ? 7. എന്താ ഇന്ന് പ്രാർത്ഥിക്കുന്നേ? പഠിക്കാൻ നല്ല ബുദ്ധി പഠിക്കണം അല്ലേ? ആരൊക്കെയുണ്ട് കൂടെ? ആണോ? എങ്ങനെയുണ്ടെന്ന് ചേട്ടാ മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? മലകയറ്റം കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ചെറിയ മഴച്ചാറ്റിലുണ്ടായിരുന്നോണ്ട് വലിയ പാടില്ലാതെ കയറാൻ പറ്റി. പമ്പയിൽ വന്നപ്പോൾ എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുതിയ ജർമ്മൻ മന്ത്രിയുണ്ടോ? എന്തോ പുതിയ വീഡിയോക്കുള്ള സംവിധാനം ജർമ്മൻ ഇങ്ങനെ കയറി വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സന്തോഷമാണ്. സുഖദർശനം തരുന്നു. ഓക്കെ കാവ്യ, ഇതാണ് തീർത്ഥാടന ഭാഗത്തുനിന്നുള്ള പ്രതികരണം. അവരെല്ലാം വലിയ സന്തോഷത്തിൽ തന്നെയാണ്. മലകയറ്റവും നല്ല സുഗമമായി നടത്താൻ സാധിക്കുന്നു. അഭിനന്ദൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ. ഒരു കുട്ടിമാളികപ്പുറോട് പേരെന്താ മോളുടെ? വൈഗ പാട്ടൊക്കെ പാടുവോ? ഇല്ല, ഡാൻസ് കളിക്കും അല്ലേ? ആഹാ. എത്ര പഠിക്കുന്നേ? 4. വൈഗ എങ്ങനെ ഉണ്ടായിരുന്നു മല കയറി വന്നത്? കൊള്ളായിരുന്നു. ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പങ്കു നോക്കാവോ അങ്കിളോടോ? പറഞ്ഞോ. ആദ്യമേ മല കയറിയപ്പം കാലിനൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അന്നേരം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചോണ്ട് കയറിയാൽ മതിയെന്ന്. ഇവിടെ എത്തിയപ്പോൾ എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ കയറിയപ്പം എല്ലാവരും സഹായിച്ച് കയറി, അത്രേ ഉള്ളൂ. ഡാൻസ് ഇന്നിവിടെ ഉണ്ട്. ഈ കുട്ടിമാളികപ്പുറം വൈകിയുടെ ഡാൻസ് ഇന്ന് വൈകിട്ട് ഉണ്ട്. ആ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാവ്യ.